ഞാൻ റെഡിയായി വന്നപ്പോൾ എല്ലാവരും റെഡിയായി നിൽക്കുന്നു. ഞാൻ എല്ലാവർക്കും ഒരു ചിരി നൽകി. എല്ലാവരും കൂടി ആദ്യം ടെക്സ്റ്റൈൽസിൽ പോയി ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നേരെ ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞ് എല്ലാവരും കൂടി ബീച്ചിലും പോയി അടിച്ചു പൊളിച്ച് നേരെ വീട്ടിലെത്തി. മറ്റന്നാൾ തറവാട്ടിലേക്ക് പോകാം എന്ന തീരുമാനമെടുത്ത് എല്ലാവരും പിരിഞ്ഞു. അവിടെ ഇവരെ കാത്തിരിക്കുന്നതറിയാതെ ഇന്നവർ തറവാട്ടിലേക്ക് പോവുകയാണ്. വണ്ടിയിലിരുന്ന് ഗ്രാമീണ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പൊന്നു. പെട്ടെന്ന് എന്തോ അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന് സൂക്ഷിച്ചു നോക്കി. ആളെ മനസ്സിലായപ്പോൾ അവൾ വണ്ടി നിർത്താൻ പറഞ്ഞു. നിനക്ക് എന്താ പൊന്നു? ദേ മുത്തശ്ശൻ. എവിടെ? ദേ അവിടെ. എല്ലാവരും ഞാൻ പറഞ്ഞ അടുത്തേക്ക് നോക്കി. മുത്തശ്ശനെ കണ്ട് ഞാൻ വണ്ടി നിർത്തിയപ്പോൾ തന്നെ ഇറങ്ങി ഓടി. എൻ്റെ പിന്നാലെ തന്നെ ആമിയും ആരുവും വന്നു. ഞങ്ങൾ കൈ കോർത്ത് പിടിച്ച് നടന്ന് മുത്തശ്ശനരികിലെത്തി. മുത്തശ്ശ, ഇതാരാ? മുത്തശ്ശൻ്റെ കാന്താരീസുകളോ? ഞാനും ആരും ആമിയും. നിങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ? അല്ല, എല്ലാവരും ഉണ്ട്. വണ്ടിയിലാ. മുത്തശ്ശനെ കണ്ട് ഞങ്ങളിവിടെ ഇറങ്ങിയതാ. ആ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. അവര് വണ്ടിയിൽ വന്നോട്ടെ. നിങ്ങൾ ആരെങ്കിലും പോയി പറഞ്ഞു വാ. വണ്ടി ഉമ്മറത്ത് നിർത്താൻ പറ്റില്ല. അവിടെ പന്തല് പണി നടക്കുക. അതുകൊണ്ട് വണ്ടി സുധാകരൻ്റെ ആ ഒഴിഞ്ഞ വീട്ടിലിടാൻ പറ. ശരി മുത്തശ്ശ, ഞങ്ങൾ പറഞ്ഞിട്ട് വരാം. ഞാനും ആമിയും കൂടെ പോയി. ആരു മുത്തശ്ശൻ്റെ കൂടെ നിന്നു. ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നു. മുത്തശ്ശൻ്റെ കൂടെ നടന്നു. ബാക്കിയുള്ളവരെല്ലാം വണ്ടിയിലും പോയി. ഹലോ, എന്നെ മനസ്സിലായോ? ഞാൻ രുദ്രൻ. എന്നെ മനസ്സിലായോ? അവൾ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവുമല്ലേ? എന്തായാലും അവൾ എന്നെക്കുറിച്ച് നല്ലതൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. എന്നാലും ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ രുദ്രാഷ്. കണ്ണനെന്നും രുദ്രനെന്നും വിളിക്കും. കണ്ണനെന്നും അപ്പുവും വീട്ടുകാരും മാത്രമേ വിളിക്കൂ. പിന്നെ എൻ്റെ പെണ്ണും. അതാരാണെന്നറിയാലോ? ദേവാൻഷി, എൻ്റെ ഇഷി. ബാക്കിയുള്ളവരൊക്കെ രുദ്രൻ എന്നാണ് വിളിക്കുന്നത്. ഞാനും അപ്പവും ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് കേട്ടോ. ഒപ്പം UPSCക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്. എൻ്റെ കൂടെ എൻ്റെ ചങ്ക് അപ്പുവും ജോണിയും. ഞങ്ങൾ മൂന്നും കട്ട ചങ്ക്സ് ആണ് കേട്ടോ. ഞാനും അപ്പുവും കസിൻസ് കൂടി ആയതുകൊണ്ട് ചെറുപ്പം മുതൽ ഒരുമിച്ച. ആദ്യമൊക്കെ അവൻ ഇവിടെ വരുമ്പോൾ അജുവിനെ കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവനൊരു അനിയത്തി ഉണ്ടായി എന്ന് പറഞ്ഞത്. അന്ന് ഞങ്ങൾ വന്നിരുന്നു. ഇവിടെ വന്നപ്പോൾ ഞങ്ങളെ കാത്ത് 2 വാവകൾ. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ അപ്പുവിൻ്റെ അമ്മാവനാണ് പറഞ്ഞത്, അപ്പു ഒന്നല്ല കേട്ടോ, 2 പേരാണ്. ഇതെൻ്റെ ഋഷികയുടെ മോളാ പൊന്നു. എന്തോ അവളെ കണ്ടപ്പോൾ എനിക്കും ആരുവിനെ കണ്ടപ്പോൾ അപ്പുവിനും സെയിം ഫീലിങ്സ് ആണ് ഉണ്ടായത്. ഞങ്ങൾ ഒരേപോലെ ഞാൻ പൊന്നുവിനും ആരുവിനും അടുത്തു പോയി നിന്നു. അവരെ നോക്കി. അവർക്ക് 2 പേർക്കും ഒരേപോലെ മേൽചുണ്ടിൽ ഒരു മറുകുണ്ട്. അത് നോക്കിയതിന് ശേഷം ഇവരെ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് പിന്നീട് ഞങ്ങൾ പരസ്പരം നോക്കി. അപ്പോൾ ആരുവിൻ്റെ അച്ഛൻ പറഞ്ഞു, ഞങ്ങൾ വലുതായി പഠിച്ച് ജോലി വാങ്ങിയാൽ ഇവരെ ഞങ്ങൾക്ക് തരാമെന്ന്. അന്ന് മനസ്സിൽ കയറിയതാ ഞങ്ങളുടെ ആരുവിനെ എൻ്റെ പെങ്ങളായി. എൻ്റെ പെണ്ണിന് അപ്പു നല്ലൊരു ആങ്ങളയായി. എപ്പോൾ അവൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ എന്തെങ്കിലും കൊടുത്തുവിടും അവക്കായി. പിന്നെ അപ്പു ഇടയ്ക്ക് ഇവളെ വിളിക്കും. അപ്പോൾ ഞാനും ഉണ്ടാവും. അപ്പു ഇവളുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു തരും. ബർത്ത്ഡേ സെലിബ്രേഷൻ്റെയും ഇവളുടെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെയും എല്ലാ വീഡിയോയും ഫോട്ടോസും എല്ലാം. സ്വന്തമായിട്ട് ഫോൺ കിട്ടിയപ്പോൾ ആദ്യം നമ്പർ കൊടുത്തത് അവനാണ്. അവനും അതെ. എല്ലാവരും ഞങ്ങൾ ഇരട്ടകളാണോ എന്ന് ചോദിക്കാറുണ്ട്. അത് സത്യമാണ്. ഞങ്ങളുടെ എല്ലാം ഒരേപോലെയാണ്, ഇഷ്ടങ്ങളും എല്ലാം. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം വിളിച്ചപ്പോൾ അവൾ ഏതോ ഒരുത്തനെ പറ്റി വിവരിക്കുന്നുണ്ടായിരുന്നു. ഒരു വിവേക് കിഷോർ. അവളുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോനാണ്. എന്തോ അത് കേട്ടപ്പോൾ കൈ വിട്ട് പോകുമോ എന്ന് ഭയന്നു. അതാ അച്ഛനെയും അമ്മയെയും കൂട്ടി വന്നത്. ഇവർക്കൊക്കെ പരസ്പരം അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്ന് അവളെ കാണാൻ വന്നപ്പോൾ അവൾ ഏതോ ആശ്രമത്തിൽ പോയേക്കുക, ഉച്ചയ്ക്ക് വരൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അന്ന് വേഗം വന്നു. അവളെ കണ്ടപ്പോൾ എൻ്റെ സാറേ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല. അനിയൻ തട്ടിയപ്പോഴാ ബോധം വന്നത്. അവനും എല്ലാം അറിയാം.
ബ്രദർ എന്നതിലുപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂടെയാണ് അവൻ. അപ്പുവിന് ആരുവിനോട് സംസാരിക്കണം. ഇഷിയുടെ കൂടെയാണ് ആരു എപ്പോഴും. അതാ അവളെ പൊക്കിയത്. അവളുടെ കണ്ണേട്ട എന്ന വിളി കേട്ടപ്പോൾ എൻ്റെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അവൾ ഒരുത്തനെ പറ്റി വിവരിച്ചത് ഓർമ്മ വന്നത്. ആദ്യം അതാരാ എന്ന് ചോദിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ചോദിക്കും, അത് ചോദിക്കാൻ താൻ ആരാ എന്ന്. അതില്ലാതെ നിൽക്കാനാണ് അപ്പോൾ തന്നെ അവളെ കയറി പ്രൊപ്പോസ് ചെയ്തത്. അതിനുശേഷം ചോദിക്കാൻ നിന്നപ്പോൾ അപ്പു വന്നു. അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അവിടെ ചെന്നപ്പോൾ ഇഷിയുടെ മുത്തശ്ശി ഉണ്ടായിരുന്നു. അവരെ കണ്ട് സംസാരിക്കുമ്പോഴാണ് ഇഷിയും ആമിയും ആരും ഒക്കെ വന്നത്. പിന്നെ ഞങ്ങളെയും അവരെയും എല്ലാം പൂരത്തിന് ക്ഷണിച്ചിട്ടാണ് പോയത്. പക്ഷേ പ്രൊപ്പോസ് ചെയ്തതിന് ശേഷം ഈ തറവാട്ടിലെത്തുന്നവരെ അവൾ എൻ്റെ മുമ്പിൽ ഒളിച്ചുകളിയായിരുന്നു. ഞാൻ അവളെ കണ്ടുപിടിക്കും. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലെത്തി. അപ്പു ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്ത് വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. ഞാൻ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ കണ്ട കാഴ്ചയിൽ എനിക്ക് എവിടുന്നൊക്കെയോ ദേഷ്യം വന്നു. എൻ്റെ ഇഷയെ ആരോ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു. അവളും കണ്ടപ്പോൾ ശരിക്കും എവിടുന്നൊക്കെയോ എനിക്ക് ദേഷ്യം പൊട്ടിമുളച്ചു. ഞാൻ കൈ കൂട്ടിപ്പിടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. ആരാവൻ? ഞാൻ എല്ലാവരെയും നോക്കി. ആർക്കും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. എനിക്കാകെ വല്ലാണ്ടായി. ഞാൻ ഒന്നും മിണ്ടാതെ നിന്നു. ഞങ്ങൾ അവളുടെ അടുത്തെത്തി. അവൾ കെട്ടിപ്പിടിച്ച ആളെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. പെട്ടെന്ന് അപ്പുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഹലോ അപ്പു, എടാ ഇത് ഞാനാ കണ്ണൻ. ഞാൻ അടുത്ത ആഴ്ച അങ്ങ് വരും. പിന്നെ എല്ലാം ക്ലിയർ ആക്കിയിട്ടേ പോകൂ. എന്താടാ നിനക്കൊരു ഉഷാറില്ലാത്തത്? ഇഷിയെ കണ്ടോ? അവള് എങ്ങനെയാ, മിണ്ടുന്നുണ്ടോടാ? എൻ്റെ കണ്ണാ, നീ സമാധാനപ്പെട്. പിന്നെ ഇഷിയെ ഞാൻ കണ്ടില്ലടാ. അവൾ ഞാൻ വന്നതറിഞ്ഞിട്ട് പോലും ഇങ്ങോട്ട് വന്നില്ല. അജുവിനോട് മിണ്ടാറില്ല എന്നാ അജു പറഞ്ഞത്. സാരമില്ല, നമുക്ക് ശരിയാക്കാം. പിന്നെ ഞാൻ വരുമ്പോൾ എൻ്റെ കൂടെ അവളും ഉണ്ടാവും. അവളുടെ എല്ലാം മാറിയോ? ഞാൻ വരുമ്പോൾ അവൾക്ക് കൈ ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം എന്താ അവസ്ഥ? ഇപ്പോൾ ചെറുതായിട്ട് സംസാരിക്കാൻ കഴിയും. ഇന്നലെയാണ് ശരിയായത്. ഇവിടുത്തെ ഡോക്ടറാണ് നാട്ടിലൊരു മഠത്തിൻ്റെ ഡീറ്റെയിൽസ് തന്നത്. ഇവിടുന്ന് അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ശരിയാകൂടാ. അവനുള്ള ശിക്ഷ കൊടുക്കുമ്പോൾ അവളും വേണം. അവളാവണം അവനുള്ള ശിക്ഷ കൊടുക്കേണ്ടത്. എടാ, ഞാൻ നൈറ്റ് വിളിക്കാം. പ്രേമിയമ്മ വരുന്നുണ്ട്. ഓക്കെ, അജുവിനോട് കാര്യങ്ങൾ പറയണേ. ഓക്കേടാ. അപ്പോഴാണ് പ്രമീള അവിടേക്ക് വന്നു. അപ്പു ഇവിടെ ഇരിക്കുക? ഞാൻ എവിടേക്ക് നോക്കി? ആ പ്രിയാമ്മേ, ഞാൻ ഓരോന്നും ഓർത്തിരിക്കുകയായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന 2 പേർ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾ വീട് വിട്ടുപോയി. അവസാനം അന്വേഷിച്ചപ്പോൾ മരിച്ചുപോയി എന്ന വാർത്തയും. അന്നത്തെ അവസ്ഥയിൽ നിങ്ങളായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെയാകുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്താ? പോകാനുള്ളവർ പോയില്ലേ? ആ പ്രിയാമ്മേ, കണ്ണൻ അടുത്ത ആഴ്ച വരും. പാവം, അവനും അനുഭവിച്ചു ഇതിൻ്റെ പേരിൽ. അവൻ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ആരാടാ ആ ഫോട്ടോസ് എടുത്തത്? അറിയില്ല പ്രിയാമ്മേ. അവനല്ല, അവനതിൻ്റെ ആവശ്യമില്ല. അവൻ ആമി അനിയത്തിയാണ്. വേറൊരു കണ്ണിലും അവൻ അവളെ കാണില്ല. എല്ലാം ശരിയാകും, നമുക്ക് നോക്കാം. അവരെപ്പോഴാ വരിക? ഇന്ന് വരില്ല. അവരിന്ന് മഠത്തിലാണ്. ഇന്ന് ആമിയുടെ പിറന്നാളാണേ. അപ്പോൾ ഇന്നും അവർ അവിടെ ആകും. ഇപ്പോൾ അങ്ങനെയാ. ആരുടെ ബർത്ത്ഡേ ആയാലും ഫുൾ ഡേ അവിടെയാ. എന്നാൽ ഞാൻ കുറച്ചു നേരം കിടക്കട്ടെ, എന്നാലേ യാത്രാക്ഷീണം കുറയൂ. ശരി മോനെ, എന്തേലും വേണമെങ്കിൽ പറയണേ. അവൻ പോകുന്നത് നോക്കി ഒന്ന് ദീർഘമായി നിശ്വസിച്ചു. പിന്നെ അവരുടെ പടിയിലേക്ക് കടന്നു. ഇതേ സമയം അപ്പു ആലോചിക്കുകയായിരുന്നു അന്നത്തെ സംഭവങ്ങൾ. തറവാട്ടിൽ ചെന്നപ്പോൾ കാണുന്നത് ഇഷയെ ആരോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതാ. ആരാണെന്ന് നോക്കിയപ്പോൾ വിവിധ, വിവേകിൻ്റെ അനിയത്തിയാണ് വിവിധ. ഇഷിയുടെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മകൾ. അവളുടെ സ്നേഹം ഇഷിയോടല്ല, അവളുടെ സ്വത്തിനോടാ. ഈ തറവാട്ടിലെ സ്വത്തുക്കളിൽ പകുതി ഇവിടുത്തെ പെൺതരിക്കാണെന്നാ. അങ്ങനെ വരുമ്പോൾ ഇഷിക്കാണ് പകുതി, അല്ല 60%ൻ്റെയും ഓണേഴ്സ്. ബാക്കി 40% ഇവിടുത്തെ ബാക്കി എല്ലാവർക്കും. അങ്ങനെയാണ്. കൂടാതെ ദേവച്ചൻ്റെയും ഋഷിക അമ്മയുടെയുമായി ഒരു നല്ല എമൗണ്ട് അവളുടെ ബാങ്ക് ബാലൻസ് ഉണ്ട്.
അതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യം. അവൾക്ക് എന്നോടൊരു ചെറിയ ചായവുണ്ട്. ഇനി ഇപ്പം കണ്ടറിയാം എന്താകുമെന്ന്. ഇപ്പം വരും. ഹായ് അപ്പു എന്നും പറഞ്ഞെടുത്തില്ല. ദാ വന്നു വിളി. ഹായ് അപ്പു. ഹായ് വിവിധ. പ്ലീസ് ഡോണ്ട് കോൾ മീ അപ്പു, കോൾ മീ അർണവ്. ഓക്കെ അർണവ്. അല്ല ഇതാരാ? ഞങ്ങളുടെ കൂടെയുള്ള കണ്ണനെയും ദേവനെയും കണ്ടാണ് ചോദ്യം. ഇവള് നല്ല അസലൊരു പിടക്കോഴിയാണ്. അവൾ കണ്ണനെയും ദേവനെയും നന്നായിട്ട് സ്കാൻ ചെയ്യുന്നുണ്ട്. അവളുടെ നോട്ടത്തിൽ അവൾ ഇപ്പോൾ ഒരുങ്ങിപ്പോവും. ഞാൻ അവരെ പരിചയപ്പെടുത്തി. ഇത് രുദ്രാഷ്, ഇത് ദേവാഷ്. ഞാൻ അവരെ പരിചയപ്പെടുത്തി. അവൾ അവരുടെ ചോര നല്ലപോലെ ഊറ്റുന്നുണ്ട്. എന്താകുമോ എന്തോ, കണ്ടറിയാം. അവളുടെ സ്വഭാവം വെച്ച് അവൾ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടും. ഹായ് ബോട്ട്, ഞാൻ വിവിധ കിഷോർ. ഹായ് ദേവൻ. രണ്ടാളും എന്ത് ചെയ്യുന്നു? ഞാൻ +2, ചേട്ടൻ ഡിഗ്രി. ഓ, ഞാനും +2 ആണ്. ഓ, നിങ്ങൾ എത്ര ദിവസം ഇവിടെ കാണും? ഞങ്ങൾ പൂരം കഴിയുന്നവരെ ഉണ്ടാവും, എന്നിട്ടേ പോകൂ. ഓ, അപ്പോൾ കുറച്ച് ദിവസം ഉണ്ടാകും. വഴിയെ പരിചയപ്പെടാം. ഇപ്പം കുറച്ച് ബിസിയാണേ. അവൾ പോയപ്പോൾ എല്ലാവരും ശ്വാസം വിട്ടു. രുദ്രനും ദേവും എന്താ സംഭവമെന്നറിയാതെ പരസ്പരം നോക്കി. എന്നിട്ട് ദേവൻ ചോദിച്ചു, അതെ, ഇവിടെ ഇപ്പം എന്താ സംഭവം? നിങ്ങൾക്കാർക്കും ആ പോയ സാധനത്തിന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? നിങ്ങളുടെ മുഖഭാവം കണ്ടപ്പോൾ മനസ്സിലാക്കി. ഇനി പറഞ്ഞോ, ആരാ അത്? അത് വിവിധ കിഷോർ. ആളൊരു ഫാഷൻ കേളാണ്. ഏത് സമയവും 1 കിലോ പുട്ടിയടിച്ച് നടക്കും. അവളുടെ അച്ഛൻ കിഷോർ ഇവരുടെ ഫാമിലി ഫ്രണ്ടാണ്, കൂടാതെ ബിസിനസ് പാർട്ട്ണറും. അതുകൊണ്ട് അവൾക്കിവിടെ പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇവർക്ക് ഒരു ഏട്ടൻ വിവേക് കിഷോർ, അവനും ഇവളുടെ മേലെ ഒരു കണ്ണുണ്ട് എന്നും പറഞ്ഞ് അപ്പു പൊന്നുവിനെ കൈ ചൂണ്ടി. അപ്പോൾ രുദ്രൻ അവളെ നോക്കി. അവൾക്ക് ഒരു ഭാവമാറ്റവും ഇല്ല. പിന്നെ ആ പെണ്ണ് വിവിധ, ആൾ ആദ്യം അജുവിൻ്റെ പിന്നാലെയായിരുന്നു. പിന്നെ അവൻ എൻ്റെ പെങ്ങളുമായി കല്യാണം ഉറപ്പിച്ചു എന്നറിഞ്ഞു. ആദ്യം അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ എൻ്റെയും അവളുടെയും ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി എൻ്റെ പിന്നാലെയായി. നിങ്ങൾ ഇവളെ അന്ന് കണ്ടില്ലേ? നിങ്ങൾ വന്നെന്ന് അവൾ വന്നിരുന്നു. പിന്നെ കണ്ണനും ദേവനും ഒന്ന് സൂക്ഷിച്ചോ. എൻ്റെ ഇവളുമായിട്ടുള്ള റിലേഷൻ അവൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവൾ ഇവളെ എന്തെങ്കിലും ചെയ്യാൻ നോക്കും. അങ്ങനെയാവുമ്പോൾ ഞാൻ പ്രതികരിക്കും മുന്നേ നീയും അജുവും പ്രതികരിക്കും. അപ്പോൾ അവള് നീയും ഇവളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കും. അപ്പോൾ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റാറ്റസ് അറിഞ്ഞാൽ പിന്നെ നിങ്ങളെ വളയ്ക്കാനാവും നോക്കുക. അപ്പോൾ ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. ഞാൻ രുദ്രൻ്റെ തോളിലൂടെ കൈയിട്ടു. അല്ല, അവളുടെ ചേട്ടൻ ഇവിടെ ഉണ്ടോ? ഇതുവരെ കണ്ടില്ല. ഉണ്ടാകില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണണം. അവനും ഇഷിയെ വേണം പോലും. അങ്കിളിനോട് അവൻ ചോദിച്ചു. അപ്പോൾ അങ്കിളിപ്പോൾ അതൊന്നും നോക്കുന്നില്ല എന്നാ പറഞ്ഞു വിട്ടത്. എന്തായാലും ഇഷി ഒന്ന് സൂക്ഷിച്ചോ. എന്നാൽ ഇതെല്ലാം കേട്ട് നമ്മുടെ നായകന് കലി കയറി നിൽക്കുന്നത് അവർ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മുടെ നായിക കണ്ടു. അത് കണ്ട് അവൾ അറിയാതെ ഒരു ചിരി ആ ചുണ്ടിൽ വിരിഞ്ഞു. അവരെല്ലാം അകത്തേക്ക് നടന്നു. ആഹാ, നിങ്ങളെത്തിയോ? ആ മുത്തശ്ശി, ഞങ്ങൾ പുറത്ത് നിൽക്കുകയായിരുന്നു. ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗി. എല്ലാവരും അവൻ പറഞ്ഞതിനെ അനുകൂലിച്ചു. ആ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളെല്ലാം പോയി കുളിച്ചു വാ. പൊന്നുമോളു, ഇവക്കൊക്കെ മുകളിലെ മുറി കാണിച്ചു കൊടുക്കടി. ശരി മുത്തശ്ശി, നിങ്ങൾ വാ. അതും പറഞ്ഞ് പൊന്നുവും ഞങ്ങളെല്ലാവരും മുകളിലേക്ക് നടന്നു. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ്. ഇവള് പിന്നെ എല്ലാ വർഷവും ഒരു ദിവസം പൂരത്തിനെന്നും പറഞ്ഞ് പോകാറുണ്ട്. പിന്നെ 15 ദിവസം കഴിഞ്ഞേ വരൂ. ഇതാണ് നിങ്ങളുടെയൊക്കെ മുറി. സിദ്ധു പറഞ്ഞു നിർത്തിയതും പൊന്നു പറഞ്ഞു. ഒരു വലിയ ഹാളാണ്. അവിടെ കുറെ മുറികളുണ്ട്. അതിനപ്പുറത്തേതിൽ ദേവേട്ടനാണ്, അതിനപ്പുറത്തേതിൽ വേദേട്ടൻ, അതിനപ്പുറത്ത് തീർത്ഥ ചേച്ചി, അതിനപ്പുറത്ത് ഞങ്ങൾ, അതിൻ്റെ ഇപ്പുറത്തേതിൽ സിദ്ധുവും അമലും മഹി. അറ്റത്തുള്ള മുറിയിൽ അപ്പുവേട്ടൻ, രുദ്രേട്ടൻ, ദേവൻ, അജു. ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഫ്രഷായി വായോ എന്നും പറഞ്ഞ് അവൾ റൂമിൽ പോയി. ഞങ്ങളും എടാ കിടക്കാതെ പോയി ഫ്രഷ് ആകടാ. വന്ന ഉടനെ കട്ടിലിൽ കിടന്ന ദേവനോട് കണ്ണൻ പറഞ്ഞു, ആദ്യം നിങ്ങൾ പൊക്കോ, എന്നിട്ട് ഞാൻ ഫ്രഷ് ആയിക്കോളാം. ആദ്യം ഞാൻ കുളിക്കാം, പിന്നെ നിങ്ങളിൽ ആരാണെന്ന് വെച്ചാൽ കുളിച്ചോ. ഇല്ലെങ്കിൽ ആ വിവിധ വെറുതെ വിടൂല.